എന്തിനാണ്? ഒന്നുമില്ലല്ലോ. ഓ ജിപേ ചെയ്യാനേ പറ്റുള്ളൂ. ജിപേ ചെയ്യാം. നല്ല സൗണ്ടാണല്ലോ. 1472 590 അല്ലേ? ഇതൊക്കെ എന്താണ് ചേച്ചി അയച്ച്? NS400Z ഇതെന്തിരി ഇടിച്ചിട്ടെന്ന് തോന്നാണ്. വാട്ട് ദ ഫക്ക് ഈസ് ദിസ്? ഇതൊക്കെ ചപ്പിയ ബ്രോ. ഇത് കഴിഞ്ഞോ മറ്റത്? ഇത് എന്തിനായിരുന്നു? ABS വാണിങ്ങാ? ABS വാണിങ് അങ്ങനെ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്തിരി വെള്ളം? ഇത് ഓണാണല്ലോ. ഓഫ് ആവണത് അത് ഇളക്കി നോക്കിയാൽ മറ്റേ ABS മറ്റേ റിങ്ങും മറ്റേ ഡിസ്ക് ഉണ്ടല്ല, അത് രണ്ട് ഇളക്കി ക്ലീൻ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അത് ടൈമില്ല, ഇപ്പോൾ ആവില്ല. അത് ചേട്ടാ സർവീസിന് കയറ്റം പറഞ്ഞാൽ മതി. നമ്മുടെ മറ്റേ റണ്ണിങ്ങിൽ ഓഫാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അപ്ഡേഷൻ കിടപ്പുണ്ടായിരുന്നു. അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, വേറെ കുഴപ്പമില്ല. ഇപ്പം ഇതെന്ത് ബ്രോ? അത് ഉള്ളേനുണ്ടോ? അത് എല്ലാ ഡൊമിനാനും ഉള്ളത്. അതെന്തിനാണ് സംഭവം? അത് വാണിങ്ങില്ല, എല്ലാ ഡൊമിനാനും ഉള്ളതാണ് ഈ സംഭവം. ഇത് വാണി ചെയ്താണ് കേട്ടോ. അത് ഓഫ് ആയിക്കോട്ടെ, റോഡ് ചെയ്യുമ്പോൾ ഓഫ് ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ സാർ. ഇനി അടുത്ത സർവീസ് എത്രയാണ്? ലാസ്റ്റ് ഓയിൽ ചേഞ്ച് എപ്പോഴാണ് കേട്ടോ ചെയ്താൽ? ഇപ്പം ഈ ഇടയ്ക്ക് ചെയ്തേ ഉള്ളൂ. മോട്ടേ 15,000 പുറത്ത്. ഇവിടെ അല്ല ചെയ്ത്. ഇവിടെയാണ് എൻ്റെ സർവീസ് സെൻറ്റർ. അത് മാത്രമാണ് പുറത്തും ചെയ്തത്. അതിന് മുമ്പ് വരെ എല്ലാം ഇവിടെ ആയിരുന്നു. 700 15-ലാണ് മാറ്റിയത്. ഇനി ഇരിപ്പുണ്ട് ബാലൻസ്. അത് അപ്പ് ചെയ്ത് കൊടുക്കണമല്ലോ. വേറെ സീനൊന്നും ഇല്ലല്ലോ. ഈ ABS അപ്പം എന്ന് കൊണ്ടുവരാൻ? അത് ചെയ്യണം. രാവിലെ കൊണ്ടുവരാം. ഫ്രീ ആണോ നിങ്ങൾ? തിരക്കല്ല. അന്ന് ഞാൻ വന്നിരുന്നു, അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അതാണ് ഞാൻ കുറേ ദിവസമായി. അതാണ് എല്ലാം കഴിഞ്ഞിട്ട് 1 മാസം അടുപ്പിച്ചായെന്ന് തോന്നുന്നു. ഇപ്പം ഫ്രീ ആയില്ലേ? പെട്ടെന്ന് അന്ന് തന്നെ കിട്ടുമോ? അന്ന് തന്നെ കിട്ടിയാലും കുഴപ്പമില്ല. പതുക്കെ ഒരു കുഴപ്പമില്ല. കറക്റ്റ് ഫുൾ ചെയ്യണം. സീനുണ്ട് ബ്രോ. എന്തായാലും ബജാജ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഓക്കെ ബ്രോ, ശരി, താങ്ക്സ്. അപ്പം NS400 ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിന് മിറർ പതൊക്കെ വെച്ചാൽ വെറും 500 രൂപയുള്ളൂ കയ്യിൽ. സോ നമുക്ക് ഇനി ഇവിടെ കിടന്ന് കറങ്ങണ മണ്ടത്തരമാണ്.
പതുക്കെ അങ്ങോട്ട് സ്ഥലം വിടും. എന്തായാലും ഇവിടെ അടുത്തുള്ള ഒരു സ്പോട്ടുണ്ട്, പോയിട്ട് വരാം. എന്തായാലും ഊമ്പിയെ ബ്ലോക്കായി, ഇനി ഒരു കാര്യമില്ല. മിറർ എന്തായാലും വച്ചില്ലെങ്കിൽ മുട്ടം പണി കിട്ടും, അത് ഉറപ്പാണ്. പക്ഷെ മിററില്ലാത്തപ്പോൾ ഒരു രക്ഷയില്ല. ബജാജ് വേറെ ലെവലാണ്, ബജാജ് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. സർവീസ് സെൻറ്റർ ABS-ൻ്റെ മാത്രമേ പ്രശ്നമായിട്ടുള്ളൂ, വേറെ ഒരു സീനും ഇല്ല. അത് ഒരു ദിവസം രാവിലെ കൊണ്ടുവരാൻ പറഞ്ഞു, വൈകുന്നേരം ഫുൾ സെറ്റ് ചെയ്ത് തരാമെന്ന് പിള്ളേർ പറഞ്ഞിട്ടുണ്ട്. ഇതല്ലെങ്കിൽ നമ്മളവിടുത്തെ പിള്ളേർ അവന്മാർ ചെയ്യൂല. അവന്മാരുടെ ഓൾറെഡി ഞാൻ പോയിരുന്നു. അവന്മാരുടെ സെൻസറൊക്കെ ഉണ്ട്, പക്ഷെ പറ്റിയില്ല. പൂറാനൊക്കെ എന്തിനാണ് കാണിക്കുന്നത്? സോ യു മേ ഫക്കിംഗ് ലീവ്. യമഹ, ബജാജ് എല്ലാം നമ്മുടെ പിള്ളേർ തന്നെ. എൻ്റെ ആദ്യത്തെ വണ്ടി R15 V2 ആയിരുന്നു. കൊള്ളാം, അത്യാവശ്യം നല്ല വണ്ടി തന്നെ. പക്ഷെ എനിക്ക് ഇത്തിരി അണ്ടർ പവറായിട്ടാണ് തോന്നിയത്. അന്ന് കുറച്ചുകൂടെ പവർ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ. ആ തോന്നലാണ് എൻ്റെ ജീവിതം. സോ യെസ്, ദാറ്റ്സ് ഇറ്റ് മാൻ. എന്ത് പറ്റി ചേച്ചി? ഇവിടെ എന്തായിരുന്നു മയില്? ആർക്കറിയാം. എത്രടാ ഇത്? വേണമെങ്കിൽ കൊണ്ട് പണിയരായിരുന്നു. മിറർ നല്ല അത്യാവശ്യമാണ് മയില്. ഇന്നൊരു അടിപൊളി റൈഡ് ഞാൻ തൂക്കും, അത് കൺഫേമാണ്. അതിന് വലിയ മാറ്റമൊന്നുമില്ല. നമുക്ക് ഇവിടെ ഉള്ള ഒരു നൈസ് സ്പോട്ടുണ്ട്, ആ സ്പോട്ടിലോട്ട് പോകാം. ആവശ്യമില്ല കിടന്ന് ഷോ കാണിക്കും, മര്യാദയ്ക്ക് പോകാൻ പറഞ്ഞു. അമ്മമാരെവിടെ കൂടെയെങ്കിലും പോട്ടെ, വണ്ടിയിരിക്കും. പിന്നെ എതുക്ക് ടെൻഷൻ, എതുക്കിടാ ടെൻഷൻ? ഏൻ നീ ടെൻഷൻ പണിയിട്ട് എടുക്കുക? ഇതൊക്കെ ഭയങ്കര ഊമ്പിയൊരു സ്ഥലമാണ്, കണ്ടില്ലേ? ഓരോ തള്ളയോളികളായിരിക്കും, കണ്ടില്ലേ? ഇങ്ങനെ ഇത്തിരി സ്ഥലം തരാത്ത തള്ളയോളികളാണ് ഇവിടെ ഉള്ള തള്ളയോളികൾ. സ്ഥലം തരാൻ ഇത്തിരി മടിയാണ്. ബ്രോ സോറി പറഞ്ഞോ, അത് കാണണം, അല്ലെങ്കിൽ എനിക്ക് പണിയാണ്. സെന്ന് കുറേ കഴപ്പന്മാർ കുറേ പാട്ട സെന്നുമായിട്ട് ഇറങ്ങും ഇനിയിപ്പോൾ. മയില് ഇവിടെ എവിടെയൊക്കെയുള്ള വണ്ടികളാണ്, എൻ്റെ അറിയാന്നുള്ളവരായിരിക്കും, എന്തോ ആയിരിക്കും. ആരായാലും വണ്ടി സ്റ്റോക്കായിട്ടാണ് കൊണ്ടു നടക്കേണ്ടത്. ഇതിനൊക്കെ പിന്നെ എന്തൊക്കെ കാണിക്കാം? ഇതൊരു ചില്ലറക്കാരനാണ്, ബൈക്കാണെന്നും പറഞ്ഞ് ഈയടി മനമേ. ഇതിലൊക്കെ വാർത്തമാർ കാണിച്ചു വെച്ചിരിക്കണമെന്ന്. ഞാനൊക്കെയാണ് ഈ സ്റ്റോക്കായിട്ട് കൊണ്ടു നടക്കണം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അല്ലേ? ഇഷ്ടമാണ്. നല്ല എനിക്ക് വലിയൊരു മൂഡില്ല, അതാണ് ഞാൻ പിന്നെ ചെയ്യാത്തത്.
വെള്ളയോളിയിൽ ഇടിച്ച് കളയുമല്ലോ നമ്മൾ കുണ്ടച്ചി മോമാര്. വെള്ളയോളിക്ക് ഒതുങ്ങി കൊടുക്കണത് വലിയതല്ല. കൂർത്തായോളി ഓരോരുത്തന്മാർ ഇനി ഇവിടെ ഓട്ടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഇനി കുറച്ച് ശോഭമാണ്. എന്തായാലും ജഡ്ജിക്കുന്നിലൊക്കെ ഒന്ന് പോയിട്ട് വരും. ഇതിലൊരു സ്പോട്ടാണ്, ആരും അങ്ങനെ വലിയതായിട്ട് റിവീൽ ചെയ്യാത്തൊരു സ്പോട്ടാണ്. നല്ല ബെസ്റ്റ് സ്ഥലം. ഇനിയിപ്പോൾ കാണാം ഫുൾ കണ്ടന്റ്. അല്ല, അപ്പോൾ അതൊക്കെയാണ് നമ്മളൊരു നൈസ് സ്പോട്ടിലോട്ടാണ് പോണത്. നമ്മൾ പണ്ട് ചെറുപ്പകാലം തൊട്ട് വെള്ളം അടിക്കണ കാലം തൊട്ട് നമ്മൾ ശനി ഞായറും പിന്നെ വെള്ളം അടിക്കുന്ന സമയങ്ങളല്ലാതെ ഇപ്പം മദ്യപാനം ഇല്ല, വളരെ അപൂർവമേ ഉള്ളൂ. വളരെ അപൂർവങ്ങൾ അടിക്കുമ്പോൾ അടിച്ച് ഫുൾ തീട്ടാവും, അല്ല ഫുൾ ഔട്ടാവും, ആ ലെവലിലടിക്കും.